ഹലോ, തിരുവോണ ദിവസത്തിലെ രാവിലത്തെ ഒരു ചെറിയ വ്ളോഗാണിന്ന്. രാവിലെ 4 മണിക്ക് അലാറം വെച്ചതായിരുന്നു. 4:10 ഒന്ന് ഉണർന്നു വന്നപ്പോൾ ഉണർന്ന പാടെ പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെ ഫുൾ ലേറ്റാണ്. അവിടെ രാത്രി മുഴുവൻ ലേറ്റ് തന്നെ ആയിരിക്കും. വെറുതെ ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. ഞാനൊന്ന് രാവിലെ തന്നെ ഒന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് നേരെ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ വിളക്ക് കത്തിക്കുന്ന സെറ്റപ്പാണ് ഉള്ളത് കേട്ടോ. ചെറിയൊരു സ്റ്റാൻഡും ചെറിയൊരു വിളക്കും ഗണപതിയും ഭഗവതിയും ഗുരുവായൂരപ്പനും അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വിളക്ക് കത്തിച്ച് ഒന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ദിവസം തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ കുറച്ചായി ഇപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു വൈബ് തന്നെ കേട്ടോ. ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് രാവിലെ എണീറ്റിട്ട് കുളിച്ച് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് ദിവസം തുടങ്ങി അന്നത്തെ ദിവസം ഫുള്ള് നല്ല ഫ്രഷ് ആയിരിക്കും. നല്ല സമാധാനം സന്തോഷം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇത്. അപ്പോൾ അതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തോജുമോനെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ അതവൻ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ സൗണ്ട് ഉണ്ടാക്കാതെ വേഗം ഇങ്ങോട്ട് തന്നെ പോന്നു. കട്ടൻ ചായ ഉണ്ടാക്കി. ഞാൻ കട്ടൻ ചായ കുടിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ എൻ്റെ ഭർത്തുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കുടിച്ചെന്ന് മാത്രം. ഇത് കുടിച്ചിട്ട് ഞാൻ കുറച്ച് ലോകചരിത്രം വായിക്കാൻ കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് PSC നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കിട്ടിയോ ഇല്ലോ എന്നൊന്ന് ചോദിക്കരുത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടും, ഒരു ദിവസം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണിത് നമ്മുടെ തോജുമോൻ നീറ്റിട്ടുള്ളത്. അത് നല്ല ചിരിച്ചാണ് നീറ്റിട്ടുള്ളത്. അവന് അറിയാൻ തോന്നുന്നു തിരുവോണമാണ് എന്ന്, നല്ല ദിവസമാണ്. അങ്ങനെ ഇതാ പിന്നെ എൻ്റെ പരിപാടി, നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴത്ത് പൂക്കളിടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതാ ഞങ്ങൾ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരം പരവരാ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വലിയ പൂക്കളം തന്നെയാണ്. ഏകദേശം അടിപൊളിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വന്നിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിൽ പൂക്കളിടുന്നത് കേട്ടോ. ഞാൻ ധ്രുവെന്നൊക്കെ എഴുതി പൂക്കളൊക്കെ ഇട്ട് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ തോജുമോൻ അതിൻ്റെ ഇടയ്ക്ക് നീക്കലും അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവൻ്റെ അച്ഛനാണ് ചെയ്തത്. അപ്പോൾ അതാ അവനിതാ പൂക്കളൊക്കെ കൂടി ആകെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. കുറേ നേരം അവനെ പിടിച്ചു വയ്ക്കാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ല. പിന്നെ അവസാനം വിട്ടുകൊടുത്തു. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിശേഷ ദിവസമൊക്കെ ഒറ്റയ്ക്കാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അവൻ എല്ലാവരുടെയും കൂടി ആഘോഷിച്ച് നടക്കേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പൂക്കളൊന്ന് വൃത്തിയേടാക്കണമല്ലേ ഉള്ളൂ, ആക്കിക്കോട്ടെ എന്ന്. അവൻ ആ പണി നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഴുവനാക്കിയിരുന്നു, റൂം മുഴുവൻ ഇതെന്ന് വെതറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാനം എന്താ, ഞാൻ തന്നെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ തിരുവോണ ദിനത്തിൻ്റെ രാവിലത്തെ വ്ളോഗ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്